ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പഥേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതത്തിന് അടുത്തത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം. അഹങ്കാരം എത്ര ഒരു വ്യക്തി ഉയർന്നവനാണെങ്കിലും അവൻ്റെ അധപ്പതനത്തിന് കാരണമാകും. അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹമിതി മന്യത്തെ. മൂഢനായ അഹങ്കാരിയായ മനുഷ്യൻ ഞാൻ ചെയ്യുന്നു എന്ന് അഹങ്കരിക്കും. അവസാനം എല്ലാം അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു കുടുംബം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈശ്വര ചിന്തയില്ലെങ്കിൽ ധനം ആ കുടുംബത്തിൽ 4 തലമുറയ്ക്കപ്പുറത്ത് നിൽക്കത്തില്ല. നമുക്ക് മനസ്സിൽ ഏത് കുടുംബത്തിനെ വേണമെങ്കിലും ചിന്തിച്ചു നോക്കാം. ഈശ്വര ചിന്തയില്ലെങ്കിൽ 4 തലമുറകൾക്കധികമായിട്ട് ധനമുണ്ടാവില്ല. ആദ്യത്തെ തലമുറ ഒരുപാട് കഷ്ടപ്പെട്ട് ധനമുണ്ടാക്കും. രണ്ടാമത്തെ തലമുറ പ്രസ്റ്റീജ് നോക്കും. മൂന്നാമത്തെ തലമുറ അനുഭവിക്കും. 4 തുടങ്ങിയ സ്ഥലത്ത് തന്നെ വരും. ഈശ്വര ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ ലക്ഷ്മി 4 തലമുറയ്ക്ക് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശനൊക്കെ ഇവിടുത്തെ വലിയ ജമ്മിയായിരുന്നു, ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതും കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ കഴിക്കാൻ പോലും സൗകര്യമില്ലാതെ കഷ്ടപ്പെടുമായിരുന്നു, ഇന്ന് ദൈവം എനിക്കെല്ലാം തന്നു. ഇതും കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ധനം 4 തലമുറയ്ക്ക് അധികം നിൽക്കത്തില്ല. ആദ്യത്തെ തലമുറ കഠിനാധ്വാനം ചെയ്യും. രണ്ടാമത്തെ തലമുറ പ്രസ്റ്റീജ് നോക്കും. മൂന്നാമത്തെ തലമുറ അനുഭവിക്കും. 4ാമത്തത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വരും. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ഈശ്വരനെ സാക്ഷി വച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഗൃഹപ്രവേശം, പുതിയ വീട് പണിത് പോവുക, വിവാഹം, എല്ലാ ചടങ്ങിനും ദാനമായിട്ടൊരു ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമ വിഗ്രഹം കൊടുക്കും. കണ്ടിട്ടുണ്ടോ?
ഗുജറാത്തിൽ, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്താ കൊടുക്കുക? ഒരു ചെറിയ ഗോപാലിനെ തരും. പൈസ അധികമുള്ളവർ സ്വർണത്തിലുണ്ടാക്കും, ഇല്ലാത്തവർ വെള്ളിയിലുണ്ടാക്കും, സാധാരണത്. പക്ഷെ തീർച്ചയായിട്ടും എന്ത് കൊടുത്തിരിക്കും? ഒരു ഗോപാൽ. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു ഗോപാൽ വിഗ്രഹം കാണും. അവർ അമ്പലത്തിൽ തൊഴാൻ പോയാലും അതുമായിട്ട് പോകും. പച്ചക്കറിക്കടയിൽ പലവ്യഞ്ജനം വാങ്ങിക്കാൻ പോയാലും ബാഗിലിട്ടെടുത്തുകൊണ്ട് പോകും. എപ്പോഴും അവരുടെ കൂടെ ഗോപാൽ കാണും. അതൊരു തരം ആചാരമാണ്. നമ്മുടെ ബോധത്തിൽ ഈശ്വരൻ നിറഞ്ഞ് ഇല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം തൽക്കാലം കുറച്ചു കാലം മാത്രമേ നമ്മുടെ കൂടെ കാണുള്ളൂ. ചാണക്യൻ പറഞ്ഞു, ധനവും യൗവനവും നമ്മുടെ ജീവിതത്തിൽ വിരുന്നുകാരത്രേ. ആരൊക്കെ? യൗവനവും ധനവും നമ്മുടെ ജീവിതത്തിൽ വിരുന്നുകാരാണ്. വരും, ഒരു ദിവസം പോകും. ആർക്കും അതിനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ലക്ഷ്മി ചഞ്ചലയാണ്, ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. ലക്ഷ്മി ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അവിടെ ആരുണ്ടായിരിക്കണം? ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മി ഉണ്ടാവുള്ളൂ. രാവണൻ എന്ത് ചെയ്തു? ലക്ഷ്മി നീ മാത്രം മതി, എനിക്ക് നാരായണൻ വേണ്ട. രാമനെ ഉപേക്ഷിച്ചു. ആരെ കൊണ്ടുപോയി? സീതയെ കൊണ്ടുപോയി. രാമനെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ രാവണൻ രക്ഷപ്പെടുമായിരുന്നു. രാമനെ ഉപേക്ഷിച്ച് സീതയെ മാത്രം കൊണ്ടുപോയത് കൊണ്ട് വീട്ടിലുള്ള കംപ്ലീറ്റും പോയി. ലക്ഷ്മി ചഞ്ചലയാ, ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കില്ല. പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഉള്ളതെല്ലാം കൂടെ കൊണ്ടുപോകും. ഇപ്പം നമ്മൾ ചില വീട്ടുകളിലൊക്കെ കാണാം ഒരു ചിത്രം, ഗണപതി, ലക്ഷ്മി, സരസ്വതി 3 പേരുള്ള ചിത്രം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഒരു ചിത്രം വെച്ചൊക്കെ പൂജിക്കുന്നുണ്ട്. അത് വന്നിട്ട് ശാസ്ത്രം അനുവദിച്ചതല്ല. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ സീതയെ മാത്രം പൂജിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും അമ്പലത്തിൽ വന്ന് രാധാദേവി, രുക്മിണി ദേവിയെ ഒറ്റയ്ക്ക് പൂജിക്കുന്നത്? നാരായണനോടൊപ്പമാണ് അവരെ പൂജിക്കുന്നത്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കത്തില്ല. പക്ഷേ ജനങ്ങൾക്ക് ദൈവം വേണ്ട, ദൈവത്തിൻ്റെ സമ്പത്തും ദൈവത്തിൻ്റെ സൃഷ്ടി മറ്റ് സാധനങ്ങൾ മാത്രം മതി, ഈശ്വരൻ വേണ്ട. മനുഷ്യൻ എപ്പോഴും സ്വാർത്ഥന, എനിക്ക് എന്ത് ലാഭം കിട്ടും എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. ഈ ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഭർത്താവ് ചിലപ്പം പറയും, നിന്റെ മകനല്ലേ അങ്ങനെയേ ഉണ്ടാവുള്ളൂ. ഭാര്യ പറയും ഭർത്താവിൻ്റെ അടുത്ത്, നിങ്ങളുടെ അല്ലേ അങ്ങനെയൊക്കെ കാണുള്ളൂ. ഇങ്ങനെ പറയാറുണ്ടോ? ഇവിടെ ആരും പറയാറില്ല. പറയും. അതെങ്ങനെ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത്? ഒരാൾക്ക് മാത്രം കുട്ടി ഉണ്ടാവും. വഴക്കെന്ന് വരുമ്പോൾ അടുത്ത നിമിഷം 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം ഒരുമിച്ച് ജീവിച്ചതെല്ലാം മറന്നിട്ട് നീ വേറെ ഞാൻ വേറെ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. എല്ലാവരും സ്വാർത്ഥര. വഴക്കാകുമ്പോൾ ഞാൻ എൻ്റേത്. ഞാൻ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫ്രിഡ്ജിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, ഹി ഷീ, അവൻ അവൾ. വീട്ടുവാടക, കറണ്ട് ബില്ല്, കുട്ടികളുടെ സ്കൂൾ ഫീസ് ഇതെല്ലാം ഭർത്താവ് അടയ്ക്കണം. പച്ചക്കറി, പലവ്യഞ്ജനം, പാല്, തൈര്, എണ്ണ ഇതെല്ലാം ആരടയ്ക്കണം? 30-ാം തീയതി ആകുമ്പോൾ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് കണക്കൊക്കെ കൊടുത്ത് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യും. കലിയുഗം അങ്ങനെയാണ്.
മേ ബി ഗ്രാമപ്രദേശങ്ങളിൽ അതൊന്നും ഇല്ലായിരിക്കും, നഗരങ്ങളിലുണ്ട്. എൻ്റെ പണം എൻ്റെ പേരിൽ തന്നെ ഇരിക്കും, ഞാനെന്തിന് നിങ്ങൾക്ക് തരണം? അങ്ങനെയൊക്കെ ഉള്ള കാലം. വല്ലാത്ത ഒരു സ്വാർത്ഥ ചിന്താഗതി, എനിക്ക് എന്ത് സുഖം കിട്ടും എന്ന് മാത്രം ചിന്തിക്കുക. ഈ ഒരു ചിന്താഗതി വളർന്നു വളർന്നു വരുന്നത് കൊണ്ട് മനുഷ്യരുടെ ഇടയ്ക്ക് ശാന്തിയും സമാധാനവും കുറഞ്ഞു കുറഞ്ഞു വരാം. വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സില്ല. പണ്ട് കാലത്തൊക്കെ മുത്തശ്ശന്മാർ ഷർട്ട് പോലും ഇടത്തില്ല, ഒരു തോർത്തും എടുത്ത് തോളിലിട്ടിട്ട് വീട്ടിൻ്റെ മുറ്റത്തിരിക്കും. ഉറക്കം എല്ലാം അവിടെ തന്നെ, വീട്ടിനകത്ത് പോലും കയറത്തില്ല, കാരണം വീടൊക്കെ വളരെ ചെറുതായിരിക്കും. ഇന്നുള്ളതുപോലെ വലിയ വലിയ മാളിക പോലെയുള്ള വീടൊന്നും ഇല്ലല്ലോ. അന്നൊക്കെ ചെറിയ ഒരു പത്തായം, അരിയൊക്കെ ഇടാൻ ഒരു മുറി, ഒരു അടുക്കള. സ്ത്രീകളകത്തുറങ്ങും, പുരുഷന്മാരൊക്കെ എവിടെയാണ് ഉറങ്ങണ? എല്ലാം മുറ്റത്തങ്ങ് കിടന്നു ഉറങ്ങും. ആരെങ്കിലും ജീവിക്കാൻ വരുമ്പോൾ അവർ പറയും, ആ വടക്കേ അറ്റത്തുള്ള പറമ്പ് നീ എടുത്തോ, അങ്ങനെയൊക്കെ കൊടുക്കും. വിശാലമായ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് മരണസമയത്ത് രോഗമൊന്നും ഇല്ലായിരുന്നു. നടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത, കിടന്നു, ഡിം പോയി. ഇന്ന് അങ്ങനെയല്ല. മാസക്കണക്കിൽ ആശുപത്രിയിൽ കിടന്ന് മക്കൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി, ഇതൊന്ന് പോയി കിട്ടിയാൽ മതി. അത്രയ്ക്കും ശല്യമായി, ആ ഒരു അവസ്ഥയായി. ഇതിന് ഉദാഹരണം പറയുന്നത് ഒരു ചെറിയ വാവുള്ള കലം, കലത്തിനകത്ത് ഒരു തേങ്ങ. കുരങ്ങൻ എന്ത് ചെയ്തു? കൈ കുത്തി കയറ്റി, അകത്ത് കയറ്റി തേങ്ങയെ പിടിച്ചു. കൈ വലിച്ചപ്പോൾ കൈ പുറത്ത് വരുന്നില്ല. ഈ കൈ എപ്പോൾ പുറത്ത് വരും? തേങ്ങയെ വിട്ടാൽ വരും. കുരങ്ങൻ തേങ്ങ വിടുമോ? വിടില്ല, പിടിച്ചോണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ നമ്മളെ പിടിക്കുന്നതല്ല, നമ്മളാണ് പ്രയാസങ്ങളെ പിടിക്കുന്നത്. എൻ്റെ വീട്ടിൽ പാപം വരുന്നത് 4 വാതിലിൽ കൂടെയാണ്. ആ 4 വാതിലും ഞാൻ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പാപമില്ല. പാപമില്ലെങ്കിൽ ദുഃഖമില്ല. എന്തൊക്കെയാണ് 4 വാതിൽ? മത്സ്യമാംസ ഭക്ഷണം ഒരു വാതിൽ, മദ്യപാനം, ലഹരി ഇനിയൊരു വാതിൽ, ചൂതുകളി 3ാമത്തെ വാതിൽ, തെറ്റായ സ്ത്രീ പുരുഷ ബന്ധം 4ാമത്തെ വാതിൽ. ഈ 4 വാതിലും കൂട്ടിവെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്ത് പാപം വരത്തില്ല. കേരളത്തിൽ കുറേ പേര് 3 വാതിൽ അടച്ചു. ഏതൊക്കെയാണ്? മദ്യപാനമൊക്കെ സാധാരണ വീടുകളിലൊന്നും അവരൊക്കെ അടച്ചു പൂട്ടി. ചൂതുകളിയും ഇല്ല ഇപ്പോൾ വലുതായിട്ട്. ലോട്ടറി ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി, ഇപ്പോൾ അതൊന്നും കാണാനില്ല. തുറന്നു വച്ചിരിക്കുന്ന ഒരു വാതിലുണ്ട്. ഏതാണ്? പാപം കടന്നു വരാൻ. ഏത് വാതിലാ? അത് പൂട്ടാൻ വലിയ പാടാണ്. ചിലർക്ക് ആ മണം കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ശീലിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ദിവസവും വാച്ച് കെട്ടും. ഒരു ദിവസം വാച്ച് കെട്ടാൻ മറന്നുപോയി. എന്നിട്ടും ഞാൻ എന്ത് ചെയ്യും? കുറച്ച് ഓരോരോ മണിക്കൂറാകുമ്പോൾ വെറും കൈ ഇങ്ങനെ തൂക്കി നോക്കും. ശീലം. ദിവസവും എവിടെ ചെരുപ്പ് ഊരിയിടുന്നോ നമ്മൾ അവിടെയേ ചെരുപ്പ് ഊരിയിടത്തുള്ളൂ. ചില കാര്യങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയി എന്നും എവിടെ നിൽക്കുമോ അവിടെയേ നിൽക്കുള്ളൂ, അപ്പുറത്ത് മാറിയൊന്നും നിൽക്കില്ല. മനുഷ്യൻ വളരെ ഈസി ആയിട്ട് ഒരു ശീലത്തിൽ ചെന്ന് കുടുങ്ങും. ഇതിലിരുന്ന് പുറത്തു വരാൻ വലിയ പാടാണ്. ഒരു മാറ്റം മനുഷ്യന് വലിയ പാടാണ്. പിന്നെ ക്രമേണ ചെയ്ത് വരുമ്പോൾ ഞാൻ വലിയവനാ, അതിൽ റിസൾട്ട് വരുമ്പോൾ എൻ്റേത് എന്ന ചിന്ത ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹമിതി മന്യത്തെ. ഞാൻ ചെയ്തു. അത് എവിടെ എന്തെന്നില്ല, ഏത് ഗോപുരത്തിൻ്റെ മേലെ കയറിയാലും നാശം ഉറപ്പാണ്. ഒരു പൂവിനകത്ത് ഒരു വണ്ടുണ്ടായിരുന്നു.
പൂവിൽ വണ്ടുണ്ടാവോ? വണ്ട് പുഴുക്കളൊക്കെ ഉണ്ടാകും. അത് പൂവിനകത്ത് ഒളിച്ചിരുന്നു. തോട്ടക്കാരൻ പൂ പറിച്ചു, പൂ കെട്ടി, മാലയൊക്കെ തൊടുത്തു, മാല കെട്ടി രാജാവ് കഴുത്തിലിട്ടു. അപ്പോൾ ആ പുഴു വിചാരിച്ചു, ഇപ്പം ഞാൻ രാജാവിൻ്റെ തലയിലാണ്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ എവിടെയായിരിക്കുന്നത്? രാജാവിൻ്റെ തലയിലാന്ന് പറഞ്ഞ് ഈ പുഴു പതുക്കെ തലയിൽ കയറി. ആൾക്കാർ കണ്ടു, അതിനെടുത്ത് അടിച്ചു കൊന്നു. ആ പൂവിനെ അഭയം പ്രാപിച്ചതുവരെ ആ വണ്ട് ഭഗവാന്റെ കഴുത്തിൽ, രാജാവിൻ്റെ കഴുത്തിൽ വരെ കയറാൻ പറ്റി. ഞാൻ എന്ന് വന്നപ്പോൾ അതിൻ്റെ മരണമായി. നമ്മൾ ഒന്നുമല്ല, പ്രകൃതിയാകുന്ന ഈ മഹാസൃഷ്ടിയിൽ ചെറിയ ഒരു കണിക മാത്രം എന്ന് വിനയത്തോടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയരാൻ സാധിക്കും. ഞാൻ എന്തൊക്കെയോ ആണ് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ എത്ര ഉയരെ ഇരുന്നാലും താഴെ വീഴേണ്ടി വരും. നരകാസുരൻ്റെ അച്ഛനും അമ്മയുമാരാണ്? നരകാസുരൻ്റെ അച്ഛനും അമ്മയും ആരാണ്? ഭഗവാന്റെ തന്നെ പുത്രനാ നരകാസുരൻ. പക്ഷെ അസുരനായി മാറി അഹങ്കാരം കൊണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് പറഞ്ഞാൽ അനുസരിക്കാതെ ഒരു കുസൃതി കാണിക്കുന്ന തലവേദന പിടിച്ച ഒരു പുത്രനുണ്ടായിരുന്നു. കൃഷ്ണ ഭഗവാനും ഒന്നുണ്ടായിരുന്നു. ആരത്? ശാംബൻ. ഭഗവാന്റെ ആദ്യത്തെ പത്നി രുക്മിണി. രുക്മിണിക്ക് ജനിക്കുന്നത് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ. ഭഗവാന്റെ രണ്ടാമത്തെ പത്നി ആരാണ്? ആദ്യത്തെ പത്നി രുക്മിണി, രണ്ടാമത്തെ പത്നി ജാംബവതി. ജാംബവതിക്ക് ജനിക്കുന്നത് ശാംബൻ. മൂന്നാമത്തെ പത്നി സത്യഭാമ, ശ്രുതകീർത്തി, ധർമ്മിഷ്ഠനായ ഒരു പുത്രനുണ്ടായി. ജാംബവതി കരടി വർഗത്തിൽ ജനിച്ചതാണ്. വിവാഹം, ബ്രാഹ്മണ വിവാഹം, ക്ഷത്രിയ വിവാഹം, വൈശ്യവിവാഹം, പൈശാച വിവാഹം, രാക്ഷസ വിവാഹം, ഇങ്ങനെ പല വിവാഹങ്ങളുണ്ട്. ബ്രാഹ്മണ വിവാഹത്തിൽ മാത്രമാണ് ജാതകം നോക്കുന്നത്. എന്തൊക്കെ തരം വിവാഹമുണ്ട്? ബ്രാഹ്മണ വിവാഹം, ക്ഷത്രിയ വിവാഹം, വൈശ്യവിവാഹം, പൈശാചികമായ വിവാഹം, രാക്ഷസ വിവാഹം. ഇതിലെല്ലാവരും ജാതകം നോക്കത്തില്ല. ആരാ ജാതകം നോക്കുന്നത്? ബ്രാഹ്മണര് മാത്രം. കാരണം അവർക്ക് ഒരുപാട് കാലം ജീവിക്കണം. ഭർത്താവ് ഒറ്റയ്ക്ക് യാഗം ചെയ്താൽ ആ യാഗം പൂർത്തിയാകുകയില്ല ഒരിക്കലും. സഹധർമ്മിണി ഉണ്ടെങ്കിൽ മാത്രമേ യജ്ഞം പൂർത്തിയാവുകയുള്ളൂ. രാമായണത്തിൽ വനത്തിൽ ശ്രീരാമൻ യാഗം ചെയ്തപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അടുത്ത് സീത വേണം. സീത ഇല്ലാത്തത് കൊണ്ട് മൂലികകളും പുല്ലും ചെടിയും കൊണ്ടൊരു സീതയെ ഉണ്ടാക്കി, കാനന സീത. ഗൃഹസ്ഥന്മാർ പത്നി ഇല്ലാതെ ഏത് ധർമ്മപ്രവർത്തനങ്ങൾ ചെയ്താലും അത് പൂർത്തിയാവില്ല. ഭർത്താവ് എന്ത് ദാനധർമ്മം ചെയ്താലും പൂജാകർമ്മങ്ങൾ എന്ത് ചെയ്താലും കൂടെ ആര് വേണം? പത്നി വേണം. എന്നാലേ ആ ധർമാചരണം പൂർത്തിയാവുള്ളൂ. ഭാര്യ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ചെയ്താലും അത് പൂർത്തിയാവും. ഭാര്യയ്ക്ക് കൂടെ ആര് വേണമെന്നില്ല? ഭർത്താവ് വേണമെന്നില്ല. പക്ഷെ ഭർത്താവിന് കൂടെ ആരുണ്ടാവണം? ആർക്കാണ് കുറച്ചും കൂടെ ബെറ്റർ പൊസിഷൻ? ദൈവമേ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും പെണ്ണുങ്ങൾക്ക് വർണ്ണമില്ല, ആണുങ്ങൾക്ക് വർണ്ണമുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര.
ഒരു സ്ത്രീ ബ്രാഹ്മണനെ വിവാഹം കഴിച്ചാൽ ബ്രാഹ്മണി, ക്ഷത്രിയനെ വിവാഹം കഴിച്ചാൽ അവൾ ക്ഷത്രിയ സ്ത്രീ, വൈശ്യനെ വിവാഹം കഴിച്ചാൽ വൈശ്യ സ്ത്രീ. അപ്പോൾ ബ്രാഹ്മണർ ജാതകം നോക്കും. എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് കൂട്ടരും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് യജ്ഞഹോമാദികൾ ചെയ്യാൻ, കാലകാലം പൂജകൾ ചെയ്യാൻ രണ്ടുപേരും വേണം. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ത് നോക്കും? ജാതകം നോക്കും. ക്ഷത്രിയന്മാർ ജാതകം നോക്കാറില്ല. കാരണം ആ രാജകുമാരി വിചാരിക്കും ഈ യോദ്ധാവിൻ്റെ രാജകുമാരൻ ചക്രവർത്തിയുടെ കൂടെ എനിക്ക് ഒരു ദിവസം ജീവിച്ചാലും മതി, അതിൽ എനിക്കൊരു വീരപുരുഷൻ പുത്രനായി ഉണ്ടായിക്കഴിഞ്ഞാൽ മതി, എൻ്റെ ജന്മം സഫലമാണ്. ഒരു ക്ഷത്രിയനെ വിവാഹം കഴിക്കുമ്പോൾ ആ ക്ഷത്രിയ സ്ത്രീ നീണ്ടകാലം ജീവിക്കുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ക്ഷത്രിയൻ എപ്പോഴും എവിടെ പോകും? വന്നാലായി, വന്നില്ലെങ്കിലായി. അപ്പം ക്ഷത്രിയ പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ആ സ്ത്രീക്ക് മനസ്സിലാകും ഇത് എത്ര കാലം പോകുമെന്നറിയില്ല. പക്ഷേ ഉള്ള കാലം കൊണ്ട് ഒരു മഹായോദ്ധാവ് എൻ്റെ ഗർഭത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജന്മം സഫലമാണ്. അതുകൊണ്ട് ക്ഷത്രിയർ ജാതകം നോക്കാറില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ജാതകം നോക്കിയിട്ടാണോ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയത്? ഇല്ല. അത് ക്ഷത്രിയ വിവാഹം. വൈശ്യ വിവാഹം, കല്യാണം കഴിക്കാൻ എത്ര പവന് തരും? 50 പോരാ, 60 നോക്കട്ടെ. ഇങ്ങനെ ഒരു വിവാഹം നടന്നാൽ അതേത് വിവാഹമാണ്? വൈശ്യ. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം 50 പവനും ഓക്കെ. പക്ഷെ ആ വീടാരുടെ പേരിലാണ് എഴുതി വെക്കാൻ പോകുന്നത്? കച്ചവടം. വൈശ്യ വിവാഹം. തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നത് രാക്ഷസീയ വിവാഹം. കാമത്തിൻ്റെ പുറത്ത് വിവാഹത്തിന് മുമ്പേ ഒരുമിച്ച് ചേർന്നിട്ട് പിന്നെ വിവാഹം കഴിക്കുന്നത് പൈശാചിക വിവാഹം. ഇങ്ങനെ പല വിവാഹങ്ങളുണ്ട്. ഇന്ന് കലികാലത്തിൽ നടക്കുന്നത് ഏത് വിവാഹമാണ്? ബ്രാഹ്മണ വിവാഹമാണോ? ക്ഷത്രിയ വിവാഹമാണോ? വൈശ്യ. എത്ര തരും? അങ്ങോട്ട് എത്ര തരും, ഇങ്ങോട്ട് എത്ര തരും? അപ്പം ഇങ്ങനെയൊക്കെയാ വിവാഹം നടക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ വിവാഹം കഴിച്ചത് എല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രുക്മിണി മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ വരനായി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഭഗവാൻ രുക്മിണിയെ കൊണ്ടുപോയി. ജാംബവതിയെ അച്ഛൻ ജാംബവാന്റെ കയ്യിലിരുന്ന് കന്യകാദാനമായിട്ട് മേടിച്ചു, ദാനമായിട്ട്. അതായത് ശരിക്കുമുള്ള വിവാഹം എന്ന് പറയുന്നത് താലി കെട്ടുന്നത് അതൊന്നുമല്ല. താലി കെട്ടുന്നതെല്ലാം കഴിഞ്ഞ ഒരു 100 വർഷങ്ങൾക്ക് അകത്ത് ഭാരതത്തിൽ വന്ന സമ്പ്രദായമാണ്. കാരണം എന്തെങ്കിലും ഒരു അടയാളം വേണ്ടേ? താലി കെട്ടുന്നതിന് മുമ്പേ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ചടങ്ങ് എന്തെന്ന് വെച്ചാൽ, പെണ്ണിൻ്റെ കാലിൽ പുരുഷൻ ഒരു വളയിട്ട് തരും. മറ്റേ എന്താ പറയുക, ഇഞ്ചിയോ മിഞ്ചി എങ്ങനെയാ പറയാ? ശരി, ഏതോ ഒരു സാധനം. താലി എന്ന സമ്പ്രദായം വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് അത്. കാലുവിരലിൽ ഇതിടും, പിന്നെ നെറ്റിയിൽ കുങ്കുമം, ഈ മറ്റേ മുടി ഇതാക്കുന്ന സ്ഥലത്ത് സീമന്തം, സിന്ദൂരം, കുങ്കുമം വെക്കും. പിന്നീടാണ് താലി. ഇപ്പം പിന്നെ മോതിരം മാറ്റലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മുടെ വേദത്തിലുള്ളതല്ല. മോതിരം മാറ്റുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ പിന്നെ പിന്നെ വന്നതാണ്. ശരിക്കും ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ പൂമാല ഇട്ട് കഴിഞ്ഞാൽ, ഒരു വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ, അവളുടെ വിരലും പിടിച്ച് 7 ചുവട് നടന്നു. 7 ചുവട് അവൻ നടക്കുമ്പോൾ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ആ സ്ത്രീ വിചാരിക്കുകയാണ് എൻ്റെ ജീവിതം ഇനി മുഴുവനും അങ്ങയുടെ ഒപ്പം എന്ന് ചിന്തിച്ച് 7 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്തായി? കല്യാണം കഴിഞ്ഞു. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞു. താലി കെട്ടേണ്ട, രജിസ്റ്റർ ചെയ്യേണ്ട, അവർ വിവാഹം കഴിഞ്ഞു.
കലികാലത്തിൽ എത്ര പെൺകുട്ടികൾക്ക് എത്ര പയ്യന്മാരാണ് പൂ കൊടുക്കുന്നത്? എത്ര എണ്ണം സിനിമയ്ക്കും ഡ്രാമയ്ക്കൊക്കെ ഒരുമിച്ച് ചുറ്റുന്നത്? ദേവന്മാരെ സംബന്ധിച്ച് എല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പം ഈ ചടങ്ങുകളൊക്കെ പിന്നീട് വന്നതാ. ഏത് ചടങ്ങുകളാ? താലി കെട്ടുക, അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങ്. പൂമാല ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അന്ന് ആ പുരുഷൻ കൊടുക്കുന്ന വസ്ത്രവും ധരിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു. അപ്പം അച്ഛൻ എന്ത് ചെയ്യും? പെൺകുട്ടിയുടെ കരം പിടിച്ച് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് വെള്ളമൊഴിച്ച് സത്യം ചെയ്യും, ഇന്ന് മുതൽ എൻ്റെ മകൾ നിനക്കാണ്, കന്യകാദാനം. അങ്ങനെയാണ് മഹാബലി ചക്രവർത്തിക്ക് 3 അടി മണ്ണ്, വാമനന് 3 അടി മണ്ണ് മഹാബലി കൊടുത്തത്. എങ്ങനെ? വെള്ളം ഒഴിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ജാമ്പവതി, പക്ഷെ ജാമ്പവതി മനുഷ്യകുലത്തിലുള്ള സ്ത്രീയല്ല. ജാമ്പവതി ഏതിലാണ്? ഏത് കുലത്തിലാണ്? കരടി. രുക്മിണിയുടെ കൊട്ടാരത്തിൽ രാവിലെ ഭഗവാൻ എണീറ്റ ഉടനെ രുക്മിണി വന്ന് പാദാഭിഷേകം ചെയ്യും. ഇതൊക്കെ ഒരു പത്നിയുടെ ധർമ്മമാണ്. രാവിലെ എണീറ്റ ഉടനെ ഭർത്താവിൻ്റെ കാലുകൾ കഴുകി ദീപാരാധന, എനിക്കറിയാം എല്ലാവരും വീട്ടിൽ നടക്കുന്നുണ്ടെന്ന്, ദീപാരാധനയൊക്കെ ചെയ്ത് രുക്മിണിയുടെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു. സത്യഭാമ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭഗവാൻ എഴുന്നേറ്റ ഉടനെ ഫ്രണ്ടിൽ വന്നങ്ങ് ഇരിക്കും. ഭഗവാൻ കാ എന്ന് പറഞ്ഞാൽ സത്യഭാമ കൂ എന്ന് പറയും. തർക്കം, വാക്ക് തർക്കം. ഇത് ചിലപ്പം പല വീട്ടിലും ഉണ്ടാവും. ഒന്ന് പറഞ്ഞാൽ 4 തിരിച്ചു പറയും. ലതിക മാതാജി എൻ്റെ അടുത്ത് പറഞ്ഞു, ഗിരിപ്രഭുയുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്, ഞാൻ പോകത്തില്ല, ഞങ്ങൾ പോയ അടിയാ. എവിടെ ആളെ കാണാനില്ലല്ലോ. അപ്പൊ സത്യഭാമയുടെ വീട്ടിൽ അങ്ങനെയാ, തർക്കത്തോട് തർക്കം. ജാമ്പവതിയുടെ കൊട്ടാരത്തിൽ ഭഗവാൻ കണ്ണു തുറന്ന ഉടനെ ജാമ്പവതി കൃഷ്ണനെ അങ്ങ് തൂക്കും, ജനലിൽ കൂടെ പുറത്തങ്ങ് എറിയും. ജാമ്പവതി ചാടും. പിന്നെ ഈട്ടി, കുന്തം, കേടയം, വാളും വെച്ച് 2 പേര് എന്താണ് ഫൈറ്റാണ്. ഇതും ചിലപ്പം ചില വീട്ടിൽ നടക്കും. മൊത്തം 8 പ്രധാന പത്നിമാർ, രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി, ലക്ഷ്മണ, ഭദ്ര, നഗ്നജീത്, ഒന്നും കൂടെ ഉണ്ട്, മിത്രവിന്ദ. മൊത്തം 8 പേരാണ്. മിത്രവിന്ദ രാവിലെ കൃഷ്ണൻ എണീറ്റ ഉടനെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭഗവാൻ കഴിക്കുമ്പോൾ അടുത്തിരുന്ന് വീണ വായിച്ചുകൊണ്ടിരിക്കും. ശാസ്ത്രം പറയുന്നു, ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പിക്കേണ്ട 2 വിദ്യ, ഒന്ന് ഭരതനാട്യം ഡാൻസ്, രണ്ടാമത്തത് വീണ. ഇവിടെ എത്ര പേര് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്? ആരും പഠിച്ചിട്ടില്ലേ? ഇല്ലേ? തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മതി. കഥകളി, കുച്ചിപ്പുടി, കച്ചിപ്പുടി ഒന്നും പഠിച്ചില്ല? ശരി. ഭരതനാട്യം പഠിക്കുമ്പോൾ ആ സ്ത്രീക്ക് ഉള്ള സൗന്ദര്യം വർദ്ധിക്കും. വീണ മനസ്സിനെ ശാന്തമാക്കും. വീണ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യയും കരസ്ഥമാക്കാൻ സാധിക്കും. മനസ്സിനെ ശാന്തമായി നിയന്ത്രിക്കും. സരസ്വതിയുടെ കയ്യിൽ എന്താ ഉള്ളത്? വീണയാണുള്ളത്. വീണ വായിക്കുന്നവർ, വീണ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? അതും ഇല്ല. ആരുടെങ്കിലും വീട്ടിൽ വീണയുണ്ടോ? അതും ഇല്ല. അതൊരു മനോഹരമായ ദൈവികമായ വാദ്യോപകരണം എന്നാ പറയാ. വീണയെ ദിവ്യമായ വാദ്യോപകരണം. ഒരാളുടെ മനസ്സിനെ ശാന്തിയും സമാധാനമാക്കാനും, കാരണം ശാന്തനായാൽ മാത്രമേ പഠിക്കാൻ, വിദ്യ അഭ്യസിക്കാൻ പറ്റുള്ളൂ. മനസ്സ് ചാഞ്ചാട്ടമായി കഴിഞ്ഞാൽ വിദ്യ അഭ്യസിക്കാൻ സാധിക്കില്ല. ശാന്തമായാലേ സാധിക്കൂ. ഇപ്പൊ പണ്ട് കാലത്ത് വീട്ടിലൊരു പെൺകുഞ്ഞ് കുട്ടിയുണ്ടെങ്കിൽ എന്തൊക്കെ പഠിപ്പിക്കും? ഭരതനാട്യം, ഇതുപോലത്തെ നമ്മുടെ എന്താ പറയുക ട്രഡീഷണൽ ഡാൻസും പിന്നെ
വീണയും പഠിക്കും. അപ്പോൾ അവരുടെ സംഭാഷണം മിതമാകും, ശാന്തമാകും, വളരെ സൗമ്യമാകും. എത്ര വേദന വന്നാലും സഹിക്കാനുള്ള ഒരു ഹൃദയമുണ്ടാകും. കുടുംബത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു സാത്വിക ഗുണമുണ്ടാകും. ഇതൊക്കെ അങ്ങനത്തെ ഒരു വ്യക്തിയിലുണ്ടാകും. അങ്ങനെ ജാമ്പവതിക്ക് ഭഗവാന് ഉണ്ടായ ബന്ധം വേറെ തരത്തിലാണ്. കാരണം ജാമ്പവതി കരടി കുടുംബത്തിൽ ജനിച്ച കൊണ്ട്, കരടി വംശം, അവർക്ക് ജനിച്ച പുത്രന ആര്? ശാമ്പൻ. വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാനും പറ്റില്ല, വിശ്വസിച്ച് എങ്ങോട്ട് അയക്കാനും പറ്റില്ല. ദുര്യോധനൻ തൻ്റെ മകളുടെ വിവാഹം ക്ഷണിക്കാനായിട്ട് ബലരാമനെ കാണാൻ വന്നു. ദുര്യോധനൻ ആരുടെ ശിഷ്യനാ? ആരുടെ ശിഷ്യനാ? ബലരാമൻ്റെ ശിഷ്യൻ. വിവാഹത്തിന് ക്ഷണിക്കാനായിട്ട് വന്നു. ബലരാമൻ പറഞ്ഞു, കൃഷ്ണനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല, ദുര്യോധനൻ്റെ മകളുടെ കല്യാണമാണ്. മനസ്സില്ലാ മനസ്സോട് ബലരാമൻ പറഞ്ഞതുകൊണ്ട് ദുര്യോധനൻ ചെന്ന് പേരിന് കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണ ഭഗവാൻ പോകത്തില്ല. അതായത് വിവാഹത്തിന് ക്ഷണിച്ചാൽ പോകണം, മരണത്തിന് ക്ഷണിച്ചില്ലെങ്കിലും പോകണം. കാരണം മരണത്തിന് ഒരു ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവസാനം ഭഗവാൻ ചിത്രഗുപ്തൻ്റെ അടുത്ത് ചോദിക്കും, ആ മരണ വീട്ടിൽ ആൾക്കാർ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് ചോദിക്കും. അതിനെയാണ് ഫൈനൽ എവിഡൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം മരണ വീട്ടിൽ പോയി ആരും കുറ്റം പറയത്തില്ലല്ലോ, അല്ലേ? ആരെങ്കിലും പോയി പോയത് നന്നായി അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ? എല്ലാവരും പറയും, ഇന്നലെ ഞങ്ങൾ കണ്ടതേ ഉള്ളൂ, കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതേ ഉള്ളൂ. നല്ല ഒരു മനുഷ്യൻ, നല്ലവനല്ലെങ്കിലും എന്ത് പറയും? നല്ലത്. അപ്പോൾ യമധർമ്മൻ അതിനെ എല്ലാം ഒരു ഇതായിട്ട്, ഒരു എവിഡൻസ് ആയിട്ട് എടുത്തിട്ട് ആ വ്യക്തിക്ക് നല്ല ഗതി കൊടുക്കും. ഇപ്പം വിവാഹത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ പോകേണ്ട കാര്യമില്ല, പക്ഷേ മരണത്തിന് അതുകൊണ്ടാണ് വിവാഹത്തിനെ ക്ഷണമെന്നും മരണത്തിന് എന്ത് പറയും? അറിയിപ്പ്. മരണത്തിന് ആരും ക്ഷണിക്കില്ല, എല്ലാവരും ഓടിവായോ എൻ്റെ ആൾ മരിച്ചു പോയേ അറിയിപ്പ് മാത്രം. അറിഞ്ഞാൽ അവിടെ പോകണം. ചെന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് മരണ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? നാമഞ്ച്, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗീതയോ ഭാഗവതമോ വായിച്ച് അവിടെ ഇരുന്ന് നാമജപം. അതിനേക്കാളും ഏറ്റവും വലിയ ഒരു കർമ്മം, ഒരു സഹായം ഈ പ്രപഞ്ചത്തിലില്ല. ആ ജീവനെ സഹായിക്കുന്നത് അതാ. അങ്ങനെ വിവാഹത്തിന് മനസ്സില്ലാ മനസ്സോട് വന്ന് ഭഗവാനെ ക്ഷണിച്ചു. ആര് ഭഗവാനെ ക്ഷണിച്ചു? ദുര്യോധനൻ. കൃഷ്ണൻ പോയില്ല. ശാമ്പൻ പറഞ്ഞു, ഞാൻ പോയിക്കോളാം. മഹാകുസൃതിയാണ് ശാമ്പൻ. ദുര്യോധനൻ്റെ മകളുടെ വിവാഹത്തിന് പോയി. അവിടെ ചെന്നിട്ട് മകളെ തട്ടിക്കൊണ്ടുപോയി. ആരുടെ മകളെ? ദുര്യോധനൻ്റെ മകളെ. ദുര്യോധനൻ പറഞ്ഞു, അച്ഛനും മക്കൾക്ക് എല്ലാവർക്കും ഇതന്നെ പണി. വലിയ യുദ്ധമായി. ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ശാമ്പൻ ഇങ്ങനെയാ കാണിച്ചത്. ഭഗവാൻ പറഞ്ഞു, ഞാൻ പോയി രക്ഷിക്കത്തില്ല. പിന്നെ ബലരാമൻ പോയാണ് രക്ഷിച്ചു കൊണ്ടുവന്നത്. ആരെ? ശാമ്പന്. മഹാകുസൃതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? മഹാദേവന്റെ അവതാരമാണ്. യദുവംശ നാശത്തിനായി അവതരിച്ച ഒരു വ്യക്തിയാണ്. ആര്? ശാമ്പൻ. ഭഗവാന്റെ വംശം, വൃഷ്ണി വംശം, ഭോജവംശം, യദുവംശം, അതിനെ നശിപ്പിക്കാനായി ജനിച്ചതാണ്. നമ്മുടെ കുടുംബത്തിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. 4ാമത്തെ തലമുറയാകുമ്പോൾ ഒരു ജീവൻ വരും. എന്തിനാണ്? ആ കുടുംബത്തിനെ തുടങ്ങിയ സ്ഥലത്ത് എത്തിക്കാനായിട്ട്. അതെല്ലാ വീട്ടിലും ഉണ്ടാകും. എത്രാമത്തെ തലമുറയിൽ? 4ാമത്തെ തലമുറയാകുമ്പോൾ ഒരു ജീവൻ വന്ന് ജനിക്കും. ഇവർ കഥ എവിടെ തുടങ്ങിയോ തുടങ്ങിയ സ്ഥലത്ത് ആ കഥയെ കൊണ്ടുപോയി അവസാനിപ്പിച്ചത്. ശാമ്പൻ മഹാദേവന്റെ അവതാരമാണ്. യദുവംശത്തിനെ നശിപ്പിക്കാനായിട്ടാണ് ശാമ്പൻ വന്നത്. അപ്പം ശാമ്പൻ എന്ത് ചെയ്തു? ഒരു ദിവസം 7 ഋഷിമാർ വരാം. എത്ര വലിയ കാര്യമാണ്! 7 ഋഷിമാർ വന്നപ്പോൾ നാരദ മഹർഷി
പുലസ്ത്യ, കൃതു, ജമദഗ്നി, അംഗീരസ്, പുലകൻ, വസിഷ്ഠൻ, ഇവർ 7 സപ്തഋഷികൾ ഇന്നും ഉണ്ട്, നക്ഷത്രമായിട്ടുണ്ട്. അവർ വന്നപ്പോൾ ഈ ശാമ്പൻ എന്ത് ചെയ്തു? ഒരു പെൺവേഷം ചമഞ്ഞിട്ട് എല്ലാവരും ചെന്ന് ചോദിച്ചു, സപ്തഋഷിമാരുടെ അടുത്ത് നാരദ മഹർഷി ഉൾപ്പെടെ, ഈ പെൺകുട്ടി ഗർഭവതിയാ, എന്ത് പ്രസവിക്കും? ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? ഋഷിമാർ പറഞ്ഞു ഒലക്കയെ പ്രസവിക്കും. ആ ഒലക്ക കാരണം യദുവംശം മുഴുവനും നശിച്ചു പോകും. കാരണം നമ്മൾ യദുകുലത്തിലാ, കൃഷ്ണ ഭഗവാന്റെ കുലത്തിലാ, നമ്മളെ തോൽപ്പിക്കാൻ ഇനി ആരുമില്ല എന്ന് പറഞ്ഞ അഹങ്കാരം. വെളിയിലുള്ളവർക്ക് അഹങ്കാരം ഉണ്ടെങ്കിലും ആർക്ക് അഹങ്കാരം വരാൻ പാടില്ല? ഭക്തജനങ്ങൾക്ക് അഹങ്കാരം പാടില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെയാ പേടിച്ചത്. ശാമ്പൻ പേടിച്ചു, മറ്റു കുഞ്ഞുങ്ങൾ പേടിച്ചു. സപ്തഋഷിമാരെടുത്ത് ചോദിച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒലക്ക, ആ പറഞ്ഞ് ശപിച്ച അടുത്ത ക്ഷണം തന്നെ സാംബവൻ ഒരു ഒലക്കയെ പ്രസവിച്ചു. ഇപ്പോഴും വീട്ടിലൊക്കെ ഒലക്ക ഉണ്ടോ? ഉണ്ട്. ഉപയോഗിക്കുന്നില്ല. ഉണ്ട്. പഴയത് ഒരല് ഒലക്കയുണ്ട്, സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. മരത്തിൻ്റെ ഒരലാണോ കല്ലിൻ്റെ ഒരലാണോ? കല്ലിൻ്റെ ഒരൽ. ഒലക്ക മരത്തിൻ്റെ. വെച്ചോളൂ, ആരെങ്കിലൊക്കെ തല്ലാൻ ഉപയോഗപ്പെടും. അപ്പോൾ ഈ ഒലക്കയെ പ്രസവിക്കും. മുസലം എന്താ പറയുക അതിന്? മുസലം. എത്ര പേര് ഉടുപ്പി ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ട്? എല്ലാവരും കണ്ടിട്ടുണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഒലക്കയാ ഉള്ളത്. ഒലക്കയിൽ കയറും ഉണ്ടാവും. ഇതെല്ലാം കൃഷിക്കാരുടെയാ. ബലരാമൻ്റെ തോളിൽ എന്താ ഉള്ളത്? കലപ്പ. കൃഷ്ണൻ്റെ കയ്യിൽ ഒലക്ക, കയറ്. ഇവരെല്ലാം കൃഷിക്കാരനാ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇതിനെ അരയ്ക്കാൻ തീരുമാനിച്ചു. വരച്ച് മാവാക്കാൻ തീരുമാനിച്ചു. മാവാക്കി ഈ സമുദ്രത്തിൽ ഈ വെള്ളം മുഴുവനും കളഞ്ഞു. ഈ പൗഡർ മുഴുവനും കളഞ്ഞു. ഇന്നും നമ്മൾ പോയാൽ ദ്വാരകയിലിരുന്ന് ഒരു 200 കിലോമീറ്റർ അകലെ വെറാവൽ സോംനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രഭാസ തീർത്ഥത്തിൽ ഈ സ്ഥലമുണ്ട്. ഇതെല്ലാം പുല്ലായി വന്ന് ഇത് വളർന്നു. ആ ഒരു പ്രത്യേകം പുല്ല് കണ്ടിട്ടുണ്ടോ? സൈഡിലൊക്കെ മുള്ളുമുള്ളായിരിക്കും. കയ്യിൽ വെച്ചാൽ കൈ മുറിയും. ആ പുല്ല് കണ്ടിട്ടുണ്ടോ? അതെന്താ പറയുക? പുല്ല് എഡ്ജ്, സൈഡിലെല്ലാം മുള്ളായിരിക്കും. നമ്മൾ കയ്യിൽ വലിച്ച കൈ മുറിയും. കുശപ്പുല്ല, ഏരപ്പുല്ല, ഏരകപ്പുല്ല്. ശരി, ഏതോ ഒരു സാധനം. എല്ലാവർക്കും മനസ്സിലായല്ലോ. നല്ല മണമുണ്ടോ? ഈ പുല്ലായി ഇതെല്ലാം വളർന്നിരുന്നു. എല്ലാം ഒരു സ്ഥലത്തിൽ ഒതുങ്ങിക്കൂടി. അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ, ബലരാമ, ദ്വാപരയുഗം അവസാനിച്ച് കലി തുടങ്ങാനുള്ള സമയമായി. എനിക്കൊന്ന് അവസാനം പ്രഭാസ തീർത്ഥത്തിൽ പോയി കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബലരാമൻ്റെ അടുത്ത് പറഞ്ഞു, വരൂ. അങ്ങനെ എല്ലാവരും ചെന്ന് പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചു. പ്രഭാസ തീർത്ഥം അതിമനോഹരമായ സ്ഥലമാണ്. ഗോമതി, ഹിരണ്യ, സരസ്വതി 3 നദികൾ സംഗമിക്കുന്ന തീർത്ഥമാണ്. ഏത് തീർത്ഥം? പ്രഭാസ തീർത്ഥം. ഗോമതി, സരസ്വതി, ഹിരണ്യ 3 നദികൾ ഇവിടെയുണ്ട്. സോംനാഥിലുണ്ട്. ഭഗവാനും ബലരാമനും ഭഗവാന്റെ 100,000 മക്കളും. ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര പത്നിമാരാ? ഭഗവാൻ എത്ര പത്നിമാരാ? 16,108 പത്നിമാരാ. ഓരോ ഭാര്യയിലും ഒരു പെൺകുട്ടിയും 10 ആൺകുട്ടിയും. അപ്പം എത്ര മക്കളായി? ഇപ്പം മക്കളെല്ലാം പ്രഭാസ തീർത്ഥത്തിൽ ഒത്തൊരുമിച്ച്
കൂടി ഭഗവാനൊക്കെ കുളിച്ചതിന് ശേഷം സ്വന്തം മക്കളും ചെറുമക്കളും മതം ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് ദേഷ്യം, അഹങ്കാരം, അസൂയ ഇതെല്ലാം ഒരു പരിധി കടന്നാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ ആൾക്കാർ ദേഷ്യം വന്ന് തല കൊണ്ടുപോയി ചുമരിലിടിക്കുന്നത്? അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരുത്തൻ്റെ മുടി പിടിച്ച് വലിക്കുക, ചുമര് കൊണ്ടുപോയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി ഒരാളുടെ തല ഇടിക്കാം, നമ്മളെ തല കൊണ്ടുപോയി എങ്ങനെയാ മുട്ടുക? വേദനിക്കൂല്ലേ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ബ്ലേഡൊക്കെ കത്തിയൊക്കെ എടുത്ത് കൈ കീറുക. അതായത് ഇത് അസൂയ, ദേഷ്യം, അഹങ്കാരം ഇതെല്ലാം ഒരു പരിധി കടന്നാൽ പിന്നെ നാശമാണ്. പിന്നെ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റില്ല, സുഖവും വേദനയും തിരിച്ചറിയാൻ പറ്റില്ല. എന്ത് ദ്രോഹത്തിനും അവർ തയ്യാറാകും. പത്രങ്ങളിൽ വായിക്കാറില്ലേ, ഒരാൾക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ്, വിവാഹം നടന്നില്ല, ആ കുട്ടി വേറെ ഒരാളെ വിവാഹം കഴിക്കുകയാണ്, ഇവൻ പോയി മാർക്കറ്റിൽ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ അവരെവിടെയുണ്ടെങ്കിലും നന്നായിരിക്കട്ടെ എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ, ഇല്ലേ? പക്ഷേ ഇവരിങ്ങനെയൊക്കെ ചെയ്യും. അതായത് ഒരു നിയന്ത്രണം, ഒരു വര തെറ്റിക്കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഹിറ്റ്ലർ തോൽക്കുമെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം സൈന്യത്തിലുള്ള 1, 2 അല്ല 50,000 കൊന്നു. ഞാൻ ചത്ത് നിങ്ങളെ മാത്രം സൂചിക്കേണ്ട, എല്ലാവരെയും വെട്ടിക്കൊന്നു. അപ്പം അങ്ങനെ അഹങ്കാരം, യദുവംശം, കൃഷ്ണൻ്റെ മക്കൾക്ക് വരെ അഹങ്കാരം പിടിച്ചു, തലയ്ക്ക് പിടിച്ച് അവർ ഓരോരുത്തരും ഒരാളെ പഴിചൊല്ലാൻ തുടങ്ങി. നീയല്ലേ കള്ളത്തരം കാണിച്ചത്, നീയല്ലേ മഹാഭാരത യുദ്ധത്തിൽ ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്തത്. തമ്മിൽ തല്ലായി. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മളല്ല കുഴപ്പക്കാർ, ഈ 2 എണ്ണമാണ് എല്ലാത്തിനും കുഴപ്പക്കാർ. ഏത് 2 എണ്ണം? കൃഷ്ണനെയും ബലരാമനെയും കുറ്റം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, സഹോദര സമയമായി. കൃഷ്ണനും ബലരാമനും തോളോട് തോൾ ചേർന്ന് നിന്ന് സുദർശന ചക്രം ചുറ്റുന്നത് പോലെ ചുറ്റി മുഴുവൻ യദുവംശത്തിനെയും സ്വന്തം കൈകൾ കൊണ്ട് കുന്നുകുവിച്ചു. അന്ന് പ്രഭാസ തീർത്ഥം ചോരപ്പുഴയായി ഒഴുകി. ഭഗവാന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ വിനാശമാണ്. അതാണ് ഭാഗവതത്തിൽ ഈ യദുവംശത്തിൻ്റെ വിശദീകരണം. ശ്രീമദ് ഭാഗവതം കീ